ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സോഫ്റ്റ് ഇഡലിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗ്ലാസ് അളവാണെങ്കിൽ ചായ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസും അതിൻ്റെ 1/4 ഗ്ലാസ് എടുത്താൽ ഈ ഒരു അളവ് കിട്ടും കേട്ടോ. ഈ ഒരു അളവിൽ എടുത്താൽ മതി. നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായി മൂടി വെച്ച് നമുക്ക് രാത്രി അരച്ചെടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി പൊതിർക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ രാത്രിയായപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് പച്ചരിയിലെ വെള്ളം മുഴുവൻ കളഞ്ഞ് അതിലോട്ട് പച്ചരി മാത്രം ഇട്ടിട്ട് ഉഴുന്ന് പുതിർത്തിയ വെള്ളം കൊണ്ട് വേണം അത് അരച്ചെടുക്കാൻ. അങ്ങനെ എല്ലാ ബാച്ചും അരച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ അരി ഇട്ടിട്ട് 2 ബാച്ചാക്കിയിട്ട് അരച്ചെടുത്തത്. അപ്പോൾ അരി മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ അരച്ചെടുത്ത് പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ 1/2 കപ്പ് ചോറും നമ്മുടെ ഉഴുന്നും അതേപോലെ അത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തീരെ തരിയില്ലാതെ അരച്ചെടുക്കണം. ഇതും കൂടെ അരച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ച പച്ചരിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ വെച്ച് മിക്സ് ചെയ്താൽ 5 മിനിറ്റ് മിക്സ് ചെയ്താൽ 5-10 മിനിറ്റ് മിക്സ് ചെയ്താൽ അധികം പുളിക്കാത്ത നമ്മുടെ ഇഡലിയും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ സിസ്റ്റർ ടിപ്സാണ്, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. നല്ല കിടുക്കാച്ചിട്ടുള്ള ഇഡലി എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് രാവിലെ ആയിട്ടിട്ട് നമ്മുടെ മാവൊക്കെ പൊന്തി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്തൊന്ന് സ്പൂൺ വെച്ചിട്ട് എന്തായെന്നൊന്ന് നോക്കാം. ഇതുപോലെ നന്നായി പൊങ്ങി വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇഡലി ചെമ്പിൽ വെള്ളം വെച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഡലി മൂടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിടാൻ മറന്നു പോവേണ്ട, ഇപ്പോഴാണ് ഉപ്പിടേണ്ടത്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇഡലി തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തതിന് ശേഷം ഓരോ സ്പൂൺ വീതം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് വിറകടുപ്പിലാണ് വെച്ചത്. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചൂടോടെയും വിട്ട് കിട്ടും, അത് അല്ലാതെയും കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ 3 മയിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ ചെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ 3 പെൺമയിലാണ്. അതിങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്ന സമയത്ത് നമുക്ക് ഇഡലി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മയിലിൻ്റെ പാട്ടിന് പോയി നമ്മളിതാ ഇഡലി രണ്ടാമത്തെ ട്രിപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാണ്, അധികം പുളിയും ഉണ്ടാവില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നുള്ളൊക്കെ ഈ ഒരു അളവിൽ ഉണ്ടാക്കി നോക്കുക, എന്തായാലും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയൊരു കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കേണ്ട. അപ്പോൾ ഇതുപോലത്തുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫ്രീസർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.